പാർവതിയുടെ തപസ്സിന്റെ ഫലമായി പരമശിവൻ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും താൻ അങ്ങയുടെ തപസ്സുകൊണ്ട് വിലയ്ക്കു വാങ്ങപ്പെട്ട ദാസനായി തീർന്നുവെന്നും പറഞ്ഞപ്പോൾ ദേവി ഇപ്രകാരം പറഞ്ഞു: അങ്ങ് തൻ്റെ പിതാവിൻ്റെ അടുക്കൽ പോയി തന്നെ ഭിക്ഷയായി ചോദിക്കണമെന്ന്. പാർവതിയുടെ വാക്കുകേട്ട് ശിവൻ ദേവിയുടെ പിതാവായ ഹിമവാൻ സ്നാനത്തിനായി പോയ അവസരത്തിൽ ഒരു നർത്തകന്റെ വേഷത്തിൽ പാർവതിയുടെ മാതാവായ മേനയുടെ അടുത്തെത്തി. ഒരു നർത്തന നടനെപ്പോലെ ഉടുക്കുകൊട്ടിയും കുഴലൂതിയും നടനം ആരംഭിച്ചു. നടനം കണ്ട് സന്തോഷവതിയായ മേന സമ്മാനമായി രത്നങ്ങൾ കൊടുത്തു. എന്നാൽ നർത്തകൻ ഇവയെല്ലാം നിരസിക്കുകയും പകരം പുത്രിയായ പാർവതിയെ ഭാര്യയായി കൊടുക്കാൻ ആവശ്യപ്പെട്ടു. തിരിച്ചെത്തിയ ഹിമവാൻ കാര്യങ്ങൾ അറിയുകയും പിടിച്ചുമാറ്റാൻ ശ്രമിച്ചപ്പോൾ നർത്തകൻ ആദ്യം വിഷ്ണു രൂപവും പിന്നീട് ബ്രഹ്മാവിനെയും സൂര്യനെയും കാട്ടിക്കൊടുത്തു. ഒടുവിൽ നർത്തകൻ സാക്ഷാൽ ശിവന്റെ രൂപത്തിൽ കാണപ്പെട്ടു. അദ്ദേഹം ഗിരിജയെ ഭിക്ഷയായി ചോദിക്കുകയും ഹിമവാനും മേനയും അത്യധികം സന്തോഷത്തോടെ പുത്രിയെ കൊടുക്കുവാൻ തീരുമാനിക്കുകയും ചെയ്തു. ഇതാണ് ശിവന്റെ നർത്തനാവതാരം.